ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ 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 അയ്യോ അമ്മേ 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 കണ്ണു തുറക്കമ്മേ. അമ്മേ അമ്മേ എന്താ പറ്റിയേ അമ്മേ? ഒരു നിഷേധത്തിനും സർപ്പബലിയെ തടയാനാവില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ കളരിക്കൽ തറവാട് മുച്ചൂടും മുടിയും. അത് വിധിയ. ഹലോ അമ്മേ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി? പൂജ അവസാനിപ്പിച്ചില്ലേ നീ? ഇല്ല. എല്ലാം അവസാനിപ്പിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടതല്ലേ? എന്നിട്ട് എന്തിനാ അതിന് മടിച്ചു നിൽക്കുന്നേ? ഇത്രയ്ക്ക് എത്തിയിട്ട് പൂജ മുടക്കുന്നത് തറവാട്ടിൽ എല്ലാവർക്കും പ്രശ്നോ? ആരുടെ തറവാട്? നിനക്ക് ആ തറവാടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആവശ്യമില്ലാത്ത ബന്ധം കാണിക്കാൻ വേണ്ട. എനിക്ക് നിന്റെ ജീവനാ പ്രശ്നം. നവീൻ വിദേശത്തേക്ക് പോകാൻ വിളിച്ചതല്ലേ നിന്നെ? പോയിക്കൂടെ നിനക്ക്? രക്ഷപ്പെടാൻ കിട്ടിയ അവസരം എന്തിനാ പാഴാക്കുന്നേ? അമ്മേ, കാര്യങ്ങൾ ആലോചിക്കാതെ ഇങ്ങനെയൊന്നും പറയല്ലേ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ച് ആലോചിക്കാനില്ല. മറ്റാർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് വേണം നിന്നെ. അമ്മേ, ഞാൻ കുറച്ചു കണ്ട് വിളിക്കാം. വേണ്ട, എനിക്കിതിന് മറുപടി കിട്ടിയേ പറ്റൂ. നവീനോടൊപ്പം വിദേശത്തേക്ക് പോവാൻ നീ തയ്യാറുണ്ടോ? മറ്റുള്ള ആളുകളോട് കാരുണ്യം കാണിക്കാൻ എന്നെ പഠിപ്പിച്ചത് അമ്മയാ. നന്ദിയും കടപ്പാടും എപ്പോഴും ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു തന്നതും അമ്മയാ. അതിന്റെ കൂട്ടത്തിൽ നന്ദികേട് പഠിപ്പിക്കാൻ മറന്നുപോയതാണോ? മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇനി എനിക്ക് മാത്രമായി രക്ഷപ്പെടാനൊന്നും കഴിയില്ലമ്മേ. എന്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന ജയിക്കുകയാണെങ്കിൽ ഈ കുടുംബം ഒന്നിച്ചായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്. അമ്മ എന്നോട് ക്ഷമിക്ക. മോളെ മോളെ നാഗദേവതകളെ, എന്റെ കുട്ടികളുടെ ജീവന് ഒരാപത്തും ഉണ്ടാവരുത്. അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി സ്വയം ഹോമിക്കാൻ ഞാൻ തയ്യാറാ. എന്റെ ജീവൻ എടുത്തോളൂ. പകരം എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുതരണം. അനുഭവിച്ചും കണ്ടും ജീവിതം മതിയായതാണ് അടിയന്. ഒരു നിവേദ്യമായിട്ട് അടിയന്റെ ജീവൻ സ്വീകരിച്ചാലും
അമ്മേ 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 അയ്യോ അമ്മേ 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 കണ്ണു തുറക്കമ്മേ അമ്മേ അമ്മേ എന്താ പറ്റിയേ അമ്മേ ഈശ്വര അമ്മേ അമ്മേ കണ്ണു തുറക്ക് അമ്മേ അമ്മേ നന്ദേട്ടാ അമ്മേ അമ്മേ അയ്യോ അമ്മേ 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 എഴുന്നേക്കമ്മേ അമ്മേ അമ്മേ എഴുന്നേക്ക് നന്ദേട്ടാ അമ്മേ അമ്മേ എണീക്കമ്മേ കണ്ണു തുറക്ക് അമ്മേ നന്ദേട്ടാ ഒന്ന് ഓടിവാ അമ്മേ അമ്മേ കണ്ണു തുറക്ക് അമ്മേ അമ്മേ കണ്ണു തുറക്ക് അമ്മേ അയ്യോ ഈശ്വര അമ്മേ എന്താ പറ്റിയത് സരസ്വതി അമ്മേ? എല്ലാവരും പേടിപ്പിച്ചല്ലോ. കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഈ മരുന്നുകളൊക്കെ കഴിക്കണം കേട്ടോ. ഞാൻ രാവിലെ വന്ന് നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റോ ഉണ്ടോ? സരസ്വതി അമ്മയുടെ ആരോഗ്യസ്ഥിതി അല്പം കുഴപ്പമാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കടുത്ത ഭയം, അതിശക്തമായ ടെൻഷൻ, ഇതൊന്നും താങ്ങാനുള്ള ശേഷി സരസ്വതി അമ്മയ്ക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. മനസ്സിന്റെ മുറിവുണക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് പരിചരിച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ? മുത്തശ്ശിയോടുള്ള എന്റെ പെരുമാറ്റം അല്പം അതിര് കടന്നുപോയി. എന്താ മുത്തശ്ശി ഇതൊക്കെ? എന്തിനാ മുത്തശ്ശി ഇപ്പൊ നാഗത്തറയിലേക്ക് പോയത്? കുടുംബശാപം തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നല്ല ഉദ്ദേശത്തോടെ തന്നെയാ. ആരെയും കൊല്ലാനുള്ള മനസ്സെനിക്കില്ല. എന്റെ മനസ്സിലെപ്പോഴും നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും നടക്കുന്നത് മാത്രമാ. എന്നിട്ടും കൊലയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്തവൾ എന്ന വിളി മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു.